بسم الله الرحمن الرحيم. ألم تر إلى الذين يجادلون في آيات الله أنى يصرفون الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون إذ الأغلال في أعناقهم والسلاسل يسحبون في الحميم ثم في النار يسجرون ثم قيل لهم أين ما كنتم تشركون من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا كذلك يضل الله الكافرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1646 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 69 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന യുജാദിലൂന ഫീ ആയാതില്ലാഹി അന്നാ യുസ്റഫൂൻ الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون إذ الأغلال في أعناقهم والسلاسل يسحبون في الحميم ثم في النار يسجرون ثم قيل لهم أين ما كنتم تشركون من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا كذلك يضل الله الكافرين. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 69 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആശയപരമായി ചേർത്ത് വായിക്കേണ്ട ആയത്തുകളായതുകൊണ്ട് ഒരു 6 ആയത്തുകൾ ഒരുമിച്ച് നിങ്ങളെ കേൾപ്പിച്ചതാണ്. അത് ഒരുമിച്ച് വിശദീകരിക്കുകയും ചെയ്യേണ്ട ഒരു സ്വഭാവത്തിലുള്ളതാണ്. ഇന്നലെ നമ്മൾ പഠനവിധേയമാക്കിയ ഭാഗത്ത് അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തതിന്റെ പല ഘട്ടങ്ങളെയും പരാമർശിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയായി മനുഷ്യൻ കരുത്തും ശക്തിയും ഒക്കെ പ്രാപിച്ചു വലിയ മുതിർന്ന ആളായി പിന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തി. അതിനെ തുടർന്ന് അവൻ മരിപ്പിക്കപ്പെടുന്ന കാര്യവും സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അള്ളാഹു നിശ്ചയിച്ചൊരു അവധി എത്തുന്നത് വരേക്കാണ്, അല്ലെങ്കിൽ ആ അവധിയിലേക്ക് അവരെത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവിതത്തെ അള്ളാഹു ഈ വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിന്റെ താല്പര്യമായിട്ട് പറഞ്ഞത് വലഅല്ലക്കും തഅഖിലൂൻ എന്നാണ്. നിങ്ങൾ ചിന്തയും ആലോചനയും ഉള്ളവരാകുന്നതിന് വേണ്ടി, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നവരാകുന്നതിന് വേണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ തന്റെ ദൈക്ഷണികമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമുഖത്തെ അവന്റെ കാലഘട്ടത്തില് നിർണായകമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. അതിന് ആവശ്യമായ കൃത്യമായ ദിശ നൽകുന്ന വിധത്തിലുള്ള അടയാളങ്ങളും
ചില ദൈവിക പ്രതിഭാസങ്ങളൊക്കെ അവന്റെ ചുറ്റിലുമായി അള്ളാഹു വിന്യസിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ആ ആയത്ത് നൽകുന്ന സൂചന. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഗതി പ്രയോഗത്തിൽ വരാൻ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് അവൻ ഒരു ഉത്തരവ് നൽകുക മാത്രമേ വേണ്ടതുള്ളൂ. അതോടെ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് തുടർന്ന് സൂചിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഇന്ന് പാരായണം ചെയ്തു വെച്ചിരിക്കുന്ന ആയത്തുകളിലായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അതിന്റെ മുഖ്യ അനുവാചകരായി അഭിസംബോധിതരായി ആ പ്രദേശത്ത് മക്കയിലും ചുറ്റുപാടുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അലം തറ ഇലല്ലദീന യുജാദിലൂന ഫി ആയാത്തില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തില്, ആയാത്തുകളുടെ കാര്യത്തില്, അള്ളാഹുവിന്റെ ഈ ദൈവിക വെളിപാടുകളുടെ കാര്യത്തില് തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകളെ പ്രവാചകരെ താങ്കൾ കണ്ടില്ലേ എന്നാണ് ഒരു ചോദ്യ രൂപത്തിൽ അള്ളാഹു ഈ വിഷയം ഉന്നയിക്കുന്നത്. അലം തറ എന്ന് പറഞ്ഞാൽ ഒരാളോട് അഭിസംബോധന ചെയ്യപ്പെടുന്ന, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കുകയാണ്, അലം തറ, താങ്കള് കണ്ടില്ലേ? ഇലല്ലദീന യുജാദിലൂന ഫി ആയാത്തില്ല. അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തില് ജിദാലിൽ ഏർപ്പെടുന്ന, തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ. ഇവിടെ ദൈക്ഷണികമായി കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവാദങ്ങളെ കുറിച്ചല്ല പറയുന്നത്. കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള കുതർക്കങ്ങളില് എന്ന് പറഞ്ഞാൽ ഒരു ഹക്ക് ബോധ്യപ്പെടാൻ ആവശ്യമായ വസ്തുതകളൊക്കെയും വെളിപ്പെട്ടതിന് ശേഷവും അത് അംഗീകരിക്കാനും അതിന് വിധേയപ്പെടാനും സന്നദ്ധത ഇല്ലാത്തത് കാരണമായിട്ട് ആളുകൾ തർക്കത്തിൽ ഏർപ്പെടും. ആ ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് ചർച്ച വേണ്ട, സംവാദം വേണ്ട, അത് നമ്മൾ അണ്ണാക്ക് തൊടാതങ്ങ് മിണുങ്ങണം എന്നതല്ല ഖുർആൻ നൽകുന്ന നിർദ്ദേശം. വേറൊരിടത്ത് അള്ളാഹുവിന്റെ ആയാത്തുകളെ സുമ്മും ഉമ്യാന ആയിട്ട് ആയാത്തുകളുടെ മേൽ ചെന്ന് വീഴുകയില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരും കാണുന്നവരുമല്ലാത്ത വിധത്തില് രണ്ടു വിധത്തിലുള്ള വൈകല്യങ്ങളുള്ള, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രയാസമുള്ള ആളുകളെ പോലെ അള്ളാഹുവിന്റെ ആയാത്തുകളെ അന്ധമായും ബധിരമായും അതിന്റെ മേൽ വീഴുന്ന ഒരു പ്രകൃതമല്ല അവർക്കുള്ളത് എന്ന് സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയാത്തുകളെ വിമർശന ബുദ്ധിയ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഉദ്ദേശത്തോടു കൂടി അതിന്റെ സത്യം തിരിച്ചറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് സംബന്ധമായ സംവാദങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് മനുഷ്യന്റെ ഈ കോംപ്രിഹെൻഷന്റെ പ്രോസസ്സ് തന്നെ. ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് അള്ളാഹു തന്നെ പറഞ്ഞതാണെങ്കിൽ പോലും അതിന്റെ വസ്തുതകളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യൻ അത് സ്വീകരിക്കുക. ആ വിധത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അപ്പോ അത് ആശയങ്ങളെ അല്ലെങ്കിൽ ഒരു കാര്യം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ വിലയിരുത്തുക, അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നത് മനുഷ്യന്റെ ഒരു ഇന്റലക്ച്വൽ പ്രോസസ്സിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ചല്ല അള്ളാഹു ഇവിടെ പറയുന്നത്. മറിച്ച് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന, അതാണ് ജിദാല് എന്ന് പറയുന്നത്. അനാവശ്യമായ ഫലശൂന്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന, അതും കാര്യം ബോധ്യപ്പെടുന്ന ഒരു വിധത്തില് സംഗതികൾക്ക് വ്യക്തത ഉണ്ടായിട്ടും തർക്കത്തിൽ ഏർപ്പെടുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അലം തറ ഇലല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ല. അള്ളാഹുവിന്റെ ആയാത്തുകളുടെ കാര്യത്തില് ഫലശൂന്യമായ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, അവരെ താങ്കൾ കാണുകയുണ്ടായില്ലേ
എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ അതുപോലെ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ പരാമർശിക്കുകയാണല്ലോ. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അന്നാ യുസ്റഫൂൻ, എവിടുന്നാണ് ഇവര് ഈ വിധത്തില് വഴിതെറ്റിക്കപ്പെടുന്നത്? ശരിയായ രീതിയിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന, കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിട്ട് അത് ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതിന് പകരം കുതർക്കികളായിക്കൊണ്ട് ഫലശൂന്യമായ തർക്കങ്ങൾ നടത്തി യാതൊരു ഗുണപരമായ ഫലവും നേടാത്ത ഒരു സംവാദത്തിന്റെ ആളുകളായിട്ട്, വിവാദത്തിന്റെ തർക്കത്തിന്റെ ആളുകളായിട്ട് ഇവർ മാറുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് ഇവരെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ് എന്നതാണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. അന്നാ യുസ്റഫൂൻ, അവരെങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത്, തിരിച്ചു കളയപ്പെടുന്നത് എന്നതൊക്കെയാണ്. അന്നാ യുസ്റഫൂൻ, സറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചു എന്നാണ്. ഒരാളെ ഒരു ശരിയായ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിൽ നിന്ന് മറ്റൊരു തെറ്റായ ദിശയിലേക്ക് തിരിച്ച് വെക്കുന്നതിന് അല്ലെങ്കിൽ തിരിയുന്നതിനാണ് അത് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇവര് വഴിതെറ്റിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവര് ദിശാമാറ്റം ഉള്ളവരായി മാറുന്നത് എന്നതാണ് ചോദ്യം. അല്ലദീന കദ്ദബു ബിൽ കിതാബി വബിമാ അർസൽനാ ബിഹി റുസുലന, ഈ ആളുകള് ഈ ജിദാലിൽ ഏർപ്പെടുകയും സ്വാഭാവികമായിട്ട് വഴിതെറ്റിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ അള്ളാഹു കൂടുതൽ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ പറയുകയാണ്. ആരാണ് അവര്? അല്ലദീന കദ്ദബു ബിൽ കിതാബ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇപ്പോ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, അതിനെ നിഷേധിച്ചവരാണ് അവര്. അതുപോലെ വബിമാ അർസൽന ബിഹി റുസുലന, നമ്മുടെ ദൂതന്മാരെ നാം നേരത്തെ അവരുടെ കയ്യിൽ എന്തുമായിട്ടാണോ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളെയും നിഷേധിച്ചവരാണവർ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മാത്രമല്ല, പൂർവിക പ്രവാചകന്മാർ മുഖേന അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും അവര് മുഖേന മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ദൈവിക ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അവർ. അപ്പൊ ഈ ആളുകള് ജിദാലിൽ ഏർപ്പെടുകയും സ്വയം വഴികേടിലാവുകയും ചെയ്യുന്നു എന്നതാണ്. തർക്കിച്ചുകൊണ്ടിരിക്കുകയും എന്നിട്ട് അതിന് ഗുണപരമായ ഫലമല്ല, അവർക്ക് ശരിയായ മാർഗം അല്ലെങ്കിൽ ദിശാബോധം നഷ്ടപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. അത് എങ്ങനെയാണ് അവര്, അല്ലെങ്കിൽ എവിടുന്നാണ് അവര് വഴിതെറ്റിക്കപ്പെടുന്നത് എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അള്ളാഹു ആ ആളുകളുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായ ഒരു പ്രത്യേകത ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലദീന കദ്ദബു ബിൽ കിതാബി, അവർ കിതാബിനെ നിഷേധിച്ച എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കൂട്ടാക്കാത്തവരാണ്. വബിമാ അർസൽനാ ബിഹി റുസുലന, നമ്മുടെ റുസുലുമാരെ, നമ്മുടെ ദൂതന്മാരെ എന്തുമായിട്ടാണോ നാം നിയോഗിച്ചയച്ചിട്ടുണ്ടായിരുന്നത് അതിനെയും അവര് കളവാക്കുകയായിരുന്നു, നിഷേധിക്കുകയായിരുന്നു. എന്നിട്ട് അതിന്റെ ഫലം എന്താണ് എന്നതാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഫസൗഫ യഅലമൂൻ, അതിന്റെ ഭവിഷ്യത്ത് അവര് വൈകാതെ തന്നെ അറിയുക ചെയ്യും, അറിയുക തന്നെ ഉണ്ടാവും. അപ്പോ ഫസൗഫ യഅലമൂൻ, ഫസൗഫ യഅലമൂൻ, യഅലമൂൻ എന്ന് പറഞ്ഞാൽ അവരറിയും എന്നാണ്. ഒരു ഫ്യൂച്ചറിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കാനാണ് സൗഫ എന്നത് അതിനോട് ആഡ് ചെയ്യുന്നത്. അപ്പോ ഫസൗഫ യഅലമൂൻ, വൈകാതെ തന്നെ, ഇതൊരു പ്രോബബിലിറ്റിയാണ്, അവര് അറിയും. അവര് ഈ വിധത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിതാബും പൂർവിക പ്രവാചകന്മാർ മുഖേന അവരുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളും ഒക്കെ നിഷേധിച്ചതിന്റെ ഫലം, അതിന്റെ ഭവിഷ്യത്ത് ഫസൗഫ യഅലമൂൻ, അവര് വൈകാതെ തന്നെ അറിയും എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൽ അഗ്ലാലു, ആ വൈകാതെ അവരറിയുന്ന ഒരു സംഗതി മനുഷ്യന്റെ
ആ പ്രയാണ പ്രക്രിയയുടെ അവസാന ഘട്ടത്തെ നേരത്തെ പരാമർശിച്ചല്ലോ. മരണം അവരെ പിടികൂടുന്ന കാര്യം, അതിനെ തുടർന്നുള്ള അതിന്റെ ഭവിഷ്യത്തിനെയാണ് തുടർന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണത്? ഇതിൽ അഗ്ലാലു ഫി അനാഖിഹിം, അവരുടെ കണ്ടങ്ങളില് വളയങ്ങള് ഉള്ള വിധത്തിലായിരിക്കും. ഇതിൽ അഗ്ലാലു, അവരുടെ കണ്ടങ്ങളിൽ ചില വളയങ്ങള് വന്നു പെട്ടുകൊണ്ട് അവരുടെ ചലനത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച അവസ്ഥയിലായിരിക്കും. ഇതിൽ അഗ്ലാലു ഈ അനാഖിഹിം, അനാഖ് എന്ന് പറഞ്ഞ ഉനുഖ് എന്നതിന്റെ ബഹുവചനാണ്. ഉനുഖ് എന്ന് പറഞ്ഞ നെക്കാണ്. ഇംഗ്ലീഷിലെ നെക്കും വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഈ അറബി വാക്കുന്നാണ്. ഇതിൽ അഗ്ലാലു ഫി അനാഖിഹിം, അവരുടെ കണ്ടങ്ങളിൽ വളയങ്ങളാവുകയും വസലാസിലും, അതുപോലെ അവര് ചങ്ങലകളിലാവുകയും ചെയ്ത അവസ്ഥയിൽ യുസ്ഹബൂൻ, വലിച്ചിഴക്കപ്പെടുന്ന ഒരു സമയമാണ് അവർക്ക് വരാൻ പോകുന്നത്. ഈ നിഷേധത്തിന്റെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ണു തുറന്ന് കാണാൻ കൂട്ടാക്കാതിരുന്നതിന്റെയും ഉദ്ദേശ്യപൂർവം അവയെ കളവാക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അവര് എത്തിച്ചേരാൻ പോകുന്ന ഒരവസ്ഥ ഇതാണ്. അവരുടെ കണ്ടങ്ങളിൽ വളയങ്ങളും കൈകാലുകളില് ചങ്ങലകളുമായിട്ട് വലിച്ചിഴക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് അവരെത്താൻ പോകുന്നത്. യുസ്ഹബൂൻ എന്ന് പറഞ്ഞാൽ യജുറൂൻ, യജുറു എന്ന ജറ, വലിച്ചിഴക്കുക എന്നൊരർത്ഥമാണത് നൽകുന്നത്. അപ്പോ വസ്സലാസിൽ യുസ്ഹബൂൻ, ചങ്ങലകളിലായിട്ടും ഈ കണ്ടങ്ങളിൽ കഴുത്തുകളിൽ വളയങ്ങളുള്ള വിധത്തിലും അവരുടെ ചലനത്തെ എല്ലാ നിലക്കും നിയന്ത്രിക്കപ്പെട്ട അവസ്ഥയിൽ, സ്വാതന്ത്ര്യം പൂർണ്ണമായി നിഷേധിക്കപ്പെട്ട ഒരു ചിത്രമാണ് ഈ ഒരു ഇല്ലസ്ട്രേഷനിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവർ യുസ്ഹബൂൻ, വലിച്ചിഴക്കപ്പെടുകയാണ്. ഫിൽ ഹമീം, ഹമീം എന്ന് പറഞ്ഞ തിളച്ച വെള്ളം, ചുട്ടുപൊള്ളുന്ന ദ്രാവകം. അപ്പോ ദാഹിച്ചു വലഞ്ഞ ഒരവസ്ഥയില് അവര് ഒരു പക്ഷെ വെള്ളം ചോദിക്കുന്ന ഘട്ടത്തില് അവര് വലിച്ചിഴക്കപ്പെടുന്നത് ഹമീമിലേക്കായിരിക്കും. ചുട്ടുപൊള്ളുന്ന തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് അവര് വലിച്ചിഴക്കപ്പെടുന്നു. സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, അതിനെ തുടർന്ന് വീണ്ടും നരകത്തിലേക്ക് അവര് കൊണ്ടുപോയി ഇടപെടുന്നു എന്നാണ് പറയുന്നത്. സജറ എന്ന് പറഞ്ഞാല് നിറയ്ക്കുക, കൊണ്ടുപോയി ഇടുക, നിക്ഷേപിക്കുക എന്നൊക്കെയാണ് അതിന്റെ സൂചന, അർത്ഥസൂചന. അപ്പോ അത് ആലങ്കാരികമായിട്ട് നരകത്തില് കത്തിക്കപ്പെടും അല്ലെങ്കിൽ കരിയിക്കപ്പെടും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അത് വിശദീകരിക്കപ്പെടാറുള്ളത്. ഭാഷാപരമായി ഷജറ എന്ന് പറഞ്ഞ മല എന്നാണ്, നിറയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോ അതിനെ തുടർന്ന് അവര് ഈ ചുട്ടുപൊള്ളുന്ന ദ്രാവകം അവര് കുടിക്കാൻ വേണ്ടി അവരെ അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതിന് ശേഷം സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, പിന്നെ വെന്തെരിയുന്നതിന് വേണ്ടി, കത്തിക്കരിയുന്നതിന് വേണ്ടി അവര് നരകത്തിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കപ്പെടുന്നു. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. സുമ്മ ഖീല ലഹും അയ്ന മാ കുന്തും തുശ്രികൂൻ, അങ്ങനെ ഈ നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അവരോട് ചോദിക്കപ്പെടുന്നത് ഈ ഒരു ചോദ്യമാണ്. സുമ്മ ഖീല ലഹും, അവരോട് പറയപ്പെടുന്നത്, ചോദിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. അയ്ന മാ കുന്തും തുശ്രികൂൻ, നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായി കരുതിയ, അള്ളാഹുവിനോടൊപ്പമുള്ള ശരീക്കുകളായിട്ട് നിങ്ങൾ സ്വീകരിച്ച ആളുകളൊക്കെ എവിടെ പോയി? നിങ്ങളുടെ ദിവ്യത്വത്തില് പങ്കാളികളായിട്ട് നിങ്ങൾ കണ്ടിരുന്ന ആ ആളുകളും ശക്തികളും ഒക്കെ എവിടെ പോയി? അവരാരും നിങ്ങളുടെ സഹായത്തിനായിട്ട് രംഗത്തൊന്നും വന്നിട്ടില്ലല്ലോ. അയിനമാ കുന്തും തുശ്രിക്കൂൻ, നിങ്ങൾ ആരെ വെച്ചായിരുന്നോ, ആരെ മുൻനിർത്തിയായിരുന്നോ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിരുന്നത്? അള്ളാഹുവിന്റെ ദിവ്യത്വത്തില് അവർക്കും പങ്കുണ്ട്, അവര് ആവശ്യമായ ഘട്ടങ്ങളിൽ നമ്മുടെ സഹായത്തിനായിട്ട് എത്തും എന്നൊക്കെ നിങ്ങൾ സങ്കല്പിച്ചിരുന്നല്ലോ.
ആ കൂട്ടരൊക്കെ എവിടെ പോയി? മിൻ ദൂനില്ല, ഐനമാ കുന്തും തുശ്രികൂന മിൻ ദൂനില്ല. ഇത് ഒരു റൺ ഓൺ സെന്റൻസ് ആണ്. ആയത്ത് അവസാനിക്കുമെങ്കിലും വാചകം അവിടെ അവസാനിക്കുന്നില്ല. അത് നേരത്തെയും ഒരു ആയത്ത് നമ്മൾ കണ്ടു. യുസ്ഹബൂന ഫിൽ ഹമീം എന്ന് റൺ ഓൺ ആയിട്ട് തുടർച്ചയായിട്ട് ആണ് അതിന്റെ ആശയത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഒരു ആയത്ത് അവസാനിക്കുന്നു യുസ്ഹബൂൻ എന്ന വാക്കോടുകൂടിയെങ്കിലും ആ ആശയം ഫിൽ ഹമീം എന്ന തുടർന്നുള്ള ആയത്തിന്റെ ആദ്യ ഭാഗവുമായിട്ട് ചേർന്ന് വരുന്നതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രചനാ സങ്കല്പങ്ങളുടെ അല്ലെങ്കിൽ രചനാ നിയമങ്ങളുടെ ഒരു ഫ്രെയിമിനകത്തല്ല യഥാർത്ഥത്തിൽ ഖുർആന്റെ കോമ്പോസിഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. മനുഷ്യന്റെ രചന അവൻ ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ചില നിയമങ്ങളും ഒരു ഫ്രെയിമും ഒക്കെ ഉണ്ട്. അത് നമ്മളിപ്പോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നതാണ് ഒരു വാചകം. അതല്ലെങ്കിൽ അവസാനത്തിൽ വരുന്ന ഒരു പങ്ക്ച്വേഷൻ, ക്വസ്റ്റ്യൻ മാർക്കോ എക്സ്ക്ലമേഷൻ മാർക്കോ, ഇങ്ങനെയാണ് ഒരു വാചകത്തിന്റെ ഘടന എങ്കിൽ ആ ഘടന അല്ലെങ്കിൽ വാചക ഘടനാ സംബന്ധമായ നിയമങ്ങളൊക്കെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അവയെ ലംഘിക്കുന്ന ഒരു രചനാ ശൈലിയാണ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രൂപകൽപ്പന ചെയ്ത ഭാഷാപരമായ രചനാപരമായ നിയമാവലികളെ അല്ലെങ്കിൽ അതിൻ്റെ പിന്തുടരപ്പെടുന്ന അതിൻ്റെ നിയമങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയിലല്ല ഖുർആന്റെ രചന എന്നതാണ് അത് നൽകുന്ന ഒരു സൂചന. അപ്പോ പക്ഷെ ഇവിടെ ആശയപരമായ അതിന്റെ തുടർച്ച ഉൾക്കൊള്ളുന്നതിന് യാതൊരു തടസ്സവും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോ ഈ ആളുകൾ നരകത്തില് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം ഇതാണ്: ഐനമാ കുന്തും തുശ്രികൂന മിൻ ദൂനില്ല. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ ദിവ്യത്വത്തില് പങ്കാളികളാണ് എന്ന നിലക്ക് നിങ്ങൾ കൊണ്ട് നടന്നിരുന്ന കൂട്ടരൊക്കെ എവിടെ പോയി? ഖാലൂ, അപ്പൊ അവര് നൽകുന്ന മറുപടി ഇതാണ്: ലല്ലു അന്ന, അവര് ഞങ്ങളിൽ നിന്ന് തെറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത വിധത്തിൽ അവര് ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ഇപ്പോ അവര് ഞങ്ങളുടെ സഹായത്തിനായിട്ട് ഞങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരായിട്ടില്ല. ഇതാണ് അവര് പറയുന്നത്. ലല്ലു അന്ന, ലല്ല എന്നാല് നീങ്ങിക്കളയുക, നമ്മൾ ഉദ്ദേശിച്ച വിധത്തിലുള്ള ആ ഡയറക്ഷനിലല്ലാതെ മറ്റൊരു ദിശയിലേക്ക് പോയി കളയുക എന്നതാണ് അതിന്റെ സൂചന. ലലാലത്ത് എന്നുള്ള വാക്കൊക്കെ വരുന്ന ഇതിന്നാണ്, വഴി തെറ്റുക അല്ലെങ്കിൽ തെറ്റായ ഡയറക്ഷനിലേക്ക് പോവുക എന്നൊക്കെ ഉള്ളതാണല്ലോ അതിന്റെ ഭാഷാപരമായ സൂചന. അപ്പൊ അവര് പറയുന്നത്, ഞങ്ങൾ നേരത്തെ ശരീക്കുകളായി കൊണ്ട് നടന്നിരുന്നവരൊക്കെയും തന്നെ ലല്ലു അന്ന, ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പൊയ്ക്കളഞ്ഞു. അവരാരും ഇപ്പോ നമ്മളുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവരായിട്ട്, ഞങ്ങളെ കേൾക്കുന്നവരായിട്ട്, ഞങ്ങൾക്ക് സഹായത്തിന് എത്തുന്നവരായിട്ടില്ല. ബല്ലം നകുൻ നദഉ മിൻ ഖബ്ലു ശൈഅ. എന്നിട്ട് അവർ തുടർന്ന് പറയുന്നത്, അങ്ങനെയല്ല, ഞങ്ങള് നേരത്തെ അങ്ങനെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നില്ല, ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഭാഷാപരമായിട്ട് ഈ വാചകം അവര് നേരത്തെ അങ്ങനെ ആരെയും അല്ലാഹു അല്ലാത്ത ഒരു ശരീക്കിനെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിച്ച ഈ ചോദ്യത്തിന് അങ്ങനെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കൂട്ടരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന വിധത്തിലാണ് ഈ വാചക ഘടനയുള്ളത്. പക്ഷെ അവര് അവരുടെ ആ ഭൂതകാലത്ത് ചെയ്ത സംഗതികളെ നിഷേധിക്കുക എന്നതിനേക്കാളേറെ ഇത് ഞങ്ങൾ അന്ന് ചെയ്തതൊക്കെ വലിയ മണ്ടത്തരമായി പോയി, ഒരർഹതയുമില്ലാത്ത ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളെയായിരുന്നു അല്ലെങ്കിൽ ശക്തികളെയായിരുന്നു ഞങ്ങൾ അള്ളാഹുവിനോടൊപ്പം ശരീക്കുകളായിട്ട് കരുതിയിരുന്നത് എന്നത് ഞങ്ങളിപ്പോ തിരിച്ചറിയുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള, അങ്ങനെയാണല്ലോ ആളുകള് ഒരു അമളി പറ്റിയാൽ ആദ്യത്തെ റെസ്പോൺസ് ആയിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചേ ഞങ്ങള് അതൊന്നും ചെയ്തിരുന്നില്ല എന്ന് ഒരു എന്താ പറയാ ഒരല്പം സ്വരം കനപ്പിക്കാത്ത വിധത്തിൽ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് ആളുകൾക്കിടയിൽ.
ഈ ഒരു രീതിയിൽ ഒരു അമളി ഏറ്റു പറയുന്നത്, എന്നാൽ അത് വളരെ ഓപ്പൺ ആയിട്ട് ഏറ്റു പറയുന്ന ഒരു രീതിയും അല്ല. ആ വിധത്തിലാണ് ഇവരുടെ പ്രതികരണം. അപ്പോ പറയുന്ന ലല്ലു അന്ന എന്ന് പറയുന്ന ഇവരാണ്. അവരൊക്കെ ഞങ്ങളുടെ അടുക്കൽ നിന്ന് ഒഴിഞ്ഞു പോയി കളഞ്ഞു എന്ന് പറയുന്നത് ഈ ആളുകൾ തന്നെയാണ്, അവരുടെ പ്രതികരണമാണ്. എന്നിട്ട് അവര് സ്വയം ഒരു തിരുത്തല് പോലെ പറയാണ്, ബല്ലം നകുൻ നദൂ മിൻ ഖബ്ലു ഷൈഅ. ഇല്ല, മുമ്പ് ഞങ്ങൾ അങ്ങനെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ യോഗ്യരായ അർഹരായ ആരെയും വിളിച്ച് ഞങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റിപ്പോയി. ഒരു അർഹതയില്ലാത്ത കല്ലും മരവും ലോഹവും ഒക്കെ കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളെയും അതുപോലെ നമ്മളെയൊക്കെ പോലെയുള്ള സാധാരണ മനുഷ്യന്റെ സകല വിധത്തിലുള്ള ചാപല്യങ്ങളും ഉള്ള മനുഷ്യരെയും ഒക്കെയാണ് ഞങ്ങൾ ദൈവം അല്ലെങ്കിൽ ദിവ്യത്വം ഉള്ളവർ എന്ന നിലക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നത് അവർ പരോക്ഷമായി അഡ്മിറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു സംസാരമാണിത്. ലല്ലു അന്ന ബല്ലം നകുൻ നദൂ മിൻ ഖബ്ലു ഷൈഅ. എന്നിട്ട് തുടർന്ന് ഇതിനെക്കുറിച്ച് അള്ളാഹു പറയാണ്, കദാലിക യുളില്ലുല്ലാഹുൽ കാഫിരീൻ. ഈ വിധത്തിലാണ് അള്ളാഹു നിഷേധികളെ അവരുടെ ലലാലത്ത് ഉറപ്പുവരുത്തുന്നത്, അവരെ വഴികേടിലാക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹു ബുദ്ധി കൊടുത്തു, കഴിവ് കൊടുത്തു. അവരുടെ ശൈശവം തൊട്ട് അല്ലെങ്കിൽ അവര് ഒരു നുത്തുഫ ആയിരുന്ന ഘട്ടം തൊട്ട് തന്നെ അവരുടെ കാര്യത്തില് അള്ളാഹു എല്ലാ വിധത്തിലുള്ള ശ്രദ്ധയും പരിഗണനയും കൊടുത്തു വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ്. വളർച്ച പ്രാപിച്ചപ്പോൾ ശരീരം മാത്രമല്ല, അവരുടെ ദൈക്ഷണികമായ കഴിവുകളും ഒക്കെ വളർച്ച നേടുകയുണ്ടായി. എന്നിട്ടോ അവര് ആ വിധത്തിൽ വളർന്ന് പിന്നീട് അവര് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതും മരിച്ചു പോകുന്നതും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയ അവരുടെ കാര്യത്തിൽ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത് വലഅല്ലക്കും തഅഖിലൂൻ എന്ന ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ബുദ്ധി പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാകുന്നതിന് വേണ്ടിയാണ് എന്ന് അള്ളാഹുവോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അത് ചെയ്യാതെ അബദ്ധത്തിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച ആളുകള് അവസാനം നരകത്തിൽ പതിക്കേണ്ടി വരുമ്പോ, ഭവിഷ്യത്ത് ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ അവരോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വിധത്തിൽ നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും നിങ്ങളുടെ സഹായത്തിന് നിങ്ങൾ കൊണ്ട് നടന്നിരുന്ന ശരീക്കുകളെ ഒന്നും കാണാനില്ലല്ലോ, എന്തു പറ്റിപ്പോയി, അവരൊക്കെ എവിടെ പോയി എന്നതാണ് ചോദ്യം. അവര് പറയുന്ന അവരൊക്കെ തെന്നി മാറി ഒഴിഞ്ഞു പോയി കളഞ്ഞു. അല്ല, ഞങ്ങള് യഥാർത്ഥത്തില് നേരത്തെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവര് അങ്ങനെ ഞങ്ങളെ സഹായിക്കാനൊന്നും കഴിയുന്ന വിധത്തിലുള്ള യോഗ്യത ഉള്ളവരായിരുന്നില്ല എന്നത് അംഗീകരിച്ച് തിരിച്ചറിഞ്ഞ് പറയുന്ന പോലെയാണ് ഈ ആളുകളുടെ പ്രതികരണം. എന്നിട്ട് അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത്, കദാലിക യുളില്ലുല്ലാഹുൽ കാഫിരീൻ. ഈ വിധത്തിലാണ് അള്ളാഹു നിഷേധികളെ ലലാലത്തിലേക്ക് വിടുന്നത് എന്നാണ്. നിഷേധികൾക്ക് സത്യം കാണാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സന്നദ്ധരാവാത്ത ആളുകളാണ് കാഫിറുകൾ എന്ന് പറയുന്നത്. ഈ കാഫിറുകളെ അള്ളാഹു അവരർഹിക്കുന്ന ഒരു പരിണിതി എന്ന നിലക്ക് അവർക്ക് ഈ ലലാലത്ത്, ജീവിതത്തിലുടനീളം അവര് ലക്ഷ്യരഹിതമായ അല്ലെങ്കിൽ ദിശാരഹിതമായ വിധത്തിലാണ് അവർ മുന്നേറിയിട്ടുണ്ടായിരുന്നത്. മരണശേഷവും അവര് ഈ വലിയ വിപത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നത് അവരുടെ ഈ തെറ്റായ സഞ്ചാരം കാരണമായിട്ട് തന്നെയാണ്. ആ വിധത്തില് ശിക്ഷ ഏറ്റുവാങ്ങുന്ന വിധത്തിൽ അവര് വഴിതെറ്റിപ്പോകുന്നു എന്നത് അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു വിധിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കദാലിക യുളില്ലുല്ലാഹു, അള്ളാഹു വഴികേടിലാക്കുന്നു എന്നാണ് ഭാഷാപരമായിട്ട് ഈ പ്രയോഗം നൽകുന്ന സൂചന. അതിന് അള്ളാഹു ചിലരെ ലലാലത്തിലാക്കുന്നു എന്നത് അവരുടെ അർഹത കാരണമായിട്ടാണ്, അവരുടെ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് അവർ തെറ്റായ വഴി തെരഞ്ഞെടുത്ത് മുന്നേറുന്നത് കൊണ്ടാണ് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ വേറെ പലയിടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നിഷേധികൾ ഈ വിധത്തില് ലലാലത്തിന്റെ ഭവിഷ്യത്തെ ഏറ്റുവാങ്ങുന്നവരായി മാറുന്നു എന്ന്
അള്ളാഹു ഈ വിധത്തിൽ ഉറപ്പുവരുത്തുന്നു എന്ന് നമുക്ക് ഈ പ്രയോഗങ്ങളെ ചേർത്ത് വെച്ച് അർത്ഥകൽപ്പന നൽകാൻ സാധിക്കും. അപ്പോ നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത് സൂറത്തുൽ ഗാഫിറിലെ 69 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ്. ആയത്തുകളുടെ എണ്ണം പതിവിൽ കൂടുതലുണ്ടെങ്കിലും നമ്മൾ ഒരു 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 സംസാരത്തിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് ഈ ആയത്തുകളുടെ സാരം നേരത്തെ വിവരിച്ച ആയത്തുകളുടെ സാരവുമായി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അതിന്റെ വിവരണം അങ്ങനെ പരിമിതപ്പെടുത്താൻ എളുപ്പത്തിൽ സാധിക്കും. ഞാനിവിടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 69 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.